ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാച്ച് ടൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഏത് ടൈമിലാണ് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വാച്ച് ടൈമുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത്രയും വലിയ കാര്യം എന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകണമെങ്കിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകണം. ക്രൈറ്റീരിയ എന്താണ്? 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവേഴ്സും. ചില കാരണങ്ങളിൽ നിന്ന് നമുക്ക് വാച്ച് ടൈം കിട്ടുന്നതല്ല. ഏതൊക്കെ കാരണങ്ങളാണ്? 6 കാരണങ്ങളാണ് യൂട്യൂബ് പറയുന്നത്. ഒന്ന്, നമ്മുടെ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചാൽ കിട്ടുന്നതല്ല. രണ്ടാമത്, നമ്മുടെ വീഡിയോ അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ കിട്ടുന്നതല്ല. മൂന്നാമത്, നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വാച്ച് ടൈം കിട്ടുന്നതല്ല. നാലാമത്, നമ്മുടെ വീഡിയോ ഷോർട്സ് ആൻഡ് സ്റ്റോറീസ്, വലിയ വലിയ യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മുടെ വീഡിയോ ചിലപ്പോൾ സ്റ്റോറീസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന വാച്ച് ടൈം കൗണ്ട് ചെയ്യുന്നതല്ല. പിന്നെ ഷോർട്സ് അറിയാലോ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള വാച്ച് ടൈം നമ്മുടെ ഈ ഒരു YPPV യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ആവുന്നതല്ല. ഷോർട്സിലുള്ള വാച്ച് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ എസ്റ്റിമേറ്റ് വാച്ച് ടൈം നോക്കിക്കഴിഞ്ഞാൽ അതിൽ എല്ലാം 4000-ലും 5000-ലും മേലെയൊക്കെ വാച്ച് ടൈം കാണുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ആ രണ്ട് ഗ്രാഫിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വാച്ച് ടൈം കാണുന്നതല്ല. അതെന്തെന്ന് വെച്ചാൽ ഇതിലേട്ട് കൗണ്ട് ചെയ്യുന്നതല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറീസും ഷോർട്സിൽ നിന്നുള്ള വാച്ച് ടൈമും കിട്ടുന്നതല്ല. പിന്നെ നമുക്ക് കിട്ടാത്തതാണ് ആഡ് ക്യാമ്പയിൻ. നമ്മുടെ വീഡിയോ പ്രൊമോട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല. പിന്നെ 6ാമത്തെ കാര്യമാണ് പുതുതായിട്ട് വന്നത്, ലൈവ് സ്ട്രീമിംഗ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ലൈവ് സ്ട്രീമിംഗ് നോട്ട് കൺവേർട്ടഡ് ടു VOD, വീഡിയോ ഓൺ ഡിമാൻഡ്. അപ്പൊ ഞാൻ ഈ VOD, ഇതാണ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയത്. ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ടൈം കൗണ്ട് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പുതിയ ചാനലിൽ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ് മാത്രമുള്ള ലൈവാണ് ഞാൻ ചെയ്തത്. അപ്പൊ ആ ലൈവ് ചെയ്യുക വഴി എനിക്കൊരു 3 മണിക്കൂർ ആ ഓൺ ദ സ്പോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ എനിക്ക് കിട്ടി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അതിൽ ജോയിൻ ചെയ്യുക വഴി. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൽ ലൈവിൽ പങ്കെടുത്തവർക്ക് അറിയാം. ചില സുഹൃത്തുക്കളൊക്കെ വന്നിട്ട്, അതായത് നമ്മൾ ലൈവ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ഇതൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് ഇതിൽ നിന്ന് വാച്ച് ടൈം കിട്ടുന്നുണ്ടോ എന്നുള്ള ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലൈവ് ചെയ്തത്. അപ്പൊ എനിവേ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ ഞാൻ ഈ ഒരു ലൈവുമായി ബന്ധപ്പെട്ട് അതിന്റെ വാച്ച് ടൈം കൗണ്ട് ആവുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ആദ്യത്തെ 3 മണിക്കൂർ കിട്ടി എന്ന് പറഞ്ഞല്ലോ. ആ ഒരു 3 മണിക്കൂർ കിട്ടിയ ശേഷം പിന്നെ നമ്മുടെ ലൈവ് ആ കിട്ടിയ വാച്ച് ടൈം കൗണ്ട് ആവണമെങ്കിൽ ഒരു 2 ദിവസം, 2-3 ദിവസം കഴിഞ്ഞാലേ കൗണ്ട് ആവുകയുള്ളൂ എന്നുള്ളത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷമേ അനലിറ്റിക്സ് ഫുള്ളായിട്ട് കാണിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ ആ ഒരു ലൈവ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു, ഗ്രാഫിൽ എത്ര വാച്ച് ടൈം ഉണ്ട് എന്നുള്ളത്. അപ്പൊ 880 വാച്ച് ടൈമാണ് എനിക്ക് കരസ്ഥമായിട്ടുണ്ടായിരുന്നത് ലൈവ് എടുക്കുന്നതിന് മുമ്പ്. അപ്പൊ ലൈവ് എടുത്ത ശേഷം ഞാൻ വീണ്ടും ഈ ഒരു ഗ്രാഫൊക്കെ പോയി നോക്കി ഈ 2 ദിവസം കഴിഞ്ഞ ശേഷം. അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഫുള്ളായിട്ട് കിട്ടിയത് 8.6 അവേഴ്സ്. കണ്ടോ, 48 അവേഴ്സിൽ കിട്ടിയത് ഇവിടെ ഞാൻ ഗ്രാഫിൽ കാണിക്കുന്നുണ്ട്. 8.6 അവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടൈം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 7:30 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ 3.68 കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് എത്ര വാച്ച് ടൈം കിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ കണ്ട ശേഷം വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ, അതായത് ഒരു 8:30 ക്ലിക്ക് ചെയ്തപ്പോൾ 1.96 ആ ഒരു ടൈമിൽ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തു. എല്ലാം കൂടി ആ ഒരു ഫസ്റ്റത്തെ നമ്മൾ ഓൺ ദ സ്പോട്ട് ലൈവ് എടുത്തത് 3 മണിക്കൂറും ഈ ഒരു പിന്നീട് കിട്ടിയ വാച്ച് ടൈമും ഇതെല്ലാം കൂടി കൗണ്ട് ചെയ്തപ്പോൾ 8 കിട്ടുന്നുണ്ട്. 8 കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എനിക്ക് 880 ആയിരുന്നു വാച്ച് ടൈം ഉണ്ടായത്. ഇപ്പൊ അത് 888 അപ്പൊ ഈ 888 എന്താണ്, ഈ ഒരു 8 മണിക്കൂറും എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ആയി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഗ്രാഫിൽ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് കാണാൻ കഴിയും. 888 ഇപ്പോ ഓൺ ദ സ്പോട്ട് 888 തന്നെയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പുതിയ ചാനലിൽ ലൈവ് ചെയ്ത് ടെസ്റ്റ് ചെയ്തത്. പുതിയ ചാനലാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവർ വീഡിയോ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് നമ്മുടെ ചാനലിന്റെ വീഡിയോസ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ ലൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈവിലുള്ള വാച്ച് ടൈം ഇതിലൂടെ ഇൻക്ലൂഡ് ആവുന്നുണ്ടോ, നമ്മുടെ ഈ ഒരു പാർട്ട്ണർ പ്രോഗ്രാമായിട്ട് കിട്ടുന്നതാണോ എന്നുള്ള ടെസ്റ്റിനാണ് ഞാൻ ആ ലൈവ് ചെയ്തത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, നമ്മൾ ലൈവ് ചെയ്യുന്നത് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കിട്ടാത്തത് അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ലൈവ് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ പ്രോസസ്സിങ്ങിലേക്ക് പോകും. നമ്മുടെ ലൈവ് ആ പ്രോസസ്സിങ്ങിലേക്ക് പോയിട്ട് ആ ലൈവ് ഒരു പക്ഷേ നമ്മൾ അൺലിസ്റ്റഡോ പ്രൈവറ്റോ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വാച്ച് ടൈം കൗണ്ട് ചെയ്യുന്നതല്ല. നമ്മുടെ ലൈവ് അൺലിസ്റ്റഡോ പ്രൈവറ്റോ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വാച്ച് ടൈം കൗണ്ട് ചെയ്യുന്നതല്ല എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
അപ്പൊ നമ്മുടെ ലൈവ് നമ്മൾ പബ്ലിഷ് ആക്കി വെക്കണം. എന്നിരുന്നാലേ നമുക്ക് ഈ ഒരു പാർട്ട്ണർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാച്ച് ടൈമിലേക്ക് പോവുകയുള്ളൂ, മോണിറ്റൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാച്ച് ടൈമിലോട്ട് പോവുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ലൈവ് ഒക്കെ പബ്ലിഷ് തന്നെ ആക്കി വെക്കുക. ചില സുഹൃത്തുക്കൾ ഉണ്ടാവും ലൈവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അൺലിസ്റ്റഡ് ആക്കി വെക്കും. അൺലിസ്റ്റഡോ പ്രൈവറ്റോ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാച്ച് ടൈം കിട്ടുന്നതല്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഇന്നത്തെ ഈ ഒരു ലൈവിന്റെ ആ ഒരു ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഗുഡ് ന്യൂസ്. നിങ്ങൾ എല്ലാവരും ലൈവ് ചെയ്ത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാവുന്നതാണ്. ലൈവ് ചെയ്താൽ മോണിറ്റൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാച്ച് ടൈമിലേക്ക് ഇൻക്ലൂഡ് ആവുന്നതായിരിക്കും. അപ്പോൾ പ്രൈവറ്റ് ആക്കി വെക്കാതിരിക്കുക, അൺലിസ്റ്റഡ് ആക്കി വെക്കാതിരിക്കുക, ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, പബ്ലിഷ് ആക്കി വെക്കണം ലൈവിന്. ഓക്കെ, ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ചിന്തിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ലൈവിലൂടെ വാച്ച് ടൈം കിട്ടുമ്പോൾ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ലൈവ് ടെസ്റ്റ് ചെയ്തതും. നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ സപ്പോർട്ട് ചെയ്യാത്തവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ യൂട്യൂബിൽ എൻഗേജഡ് ആയിട്ട് ഇരിക്കുന്ന ടൈം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതറിഞ്ഞ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കൂടുതൽ വ്യൂസ് വരികയും ആ ഒരു വീഡിയോക്ക് കൂടുതൽ വ്യൂസ് കിട്ടുമ്പോൾ യൂട്യൂബ് തന്നെ ആ വീഡിയോ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ അനലിറ്റിക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഡിയൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓഡിയൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാഫ് വരുന്നതായിരിക്കും. ഗ്രാഫ് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തിന്റെ സിമ്പൽ പോലെയുള്ള ആ ഒരു സിമ്പലൊക്കെ വരുന്നതായിരിക്കും. ഈ സിമ്പൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ വീഡിയോസ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ സിമ്പലിൽ ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളർ ഉണ്ട്. ആ ഒരു ഡാർക്ക് കളറിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോസ് പബ്ലിഷ് ചെയ്യാൻ. അപ്പോഴാണ് നിങ്ങളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ എൻഗേജഡ് ആയിട്ട് ഇരിക്കുന്ന ടൈം. ഇത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചാനൽ ഏതാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇതനുസരിച്ച് നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് യൂട്യൂബ് തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. യൂട്യൂബിന്റെ അനലിറ്റിക്സ് എന്നുള്ളതിൽ തന്നെ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എത്തരത്തിലാണ് നമ്മുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏത് ടൈമിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നെല്ലാം യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വളരെ സഹായകരമായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ്, ഫീച്ചേഴ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ലൈവ് എങ്ങനെ ചെയ്യേണ്ടത്, ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, പബ്ലിഷ് ചെയ്യേണ്ടതാണ്, അൺലിസ്റ്റഡോ പ്രൈവറ്റോ ആക്കി വെക്കരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ന് കരുതുന്നു. അപ്പോൾ ലൈവിലൂടെ വാച്ച് ടൈം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും മാറി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ലൈവ് ചെയ്യുക. അപ്പോൾ ഞാൻ ടെസ്റ്റിംഗ് ആയിട്ട് ചെയ്തത് നിങ്ങൾക്ക് പ്രൂഫായിട്ട് തന്നെ കാണിച്ചു തന്നു. അപ്പോൾ ഇനി പുതിയ അപ്ഡേറ്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.